ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്, നമുക്കിടയിൽ കാളി ഭക്തന്മാരുണ്ട്, ഭദ്രകാളിയെ പൂജിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് ഭദ്രകാളിയെ പൂജിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഏതെല്ലാം ദിവസങ്ങളിലാണ് ദേവിയെ പൂജിക്കേണ്ടത്, ദേവിക്കുള്ള ഇഷ്ട വഴിപാടുകൾ എന്താണ്, ദേവിയെ ഏതെല്ലാം ദിവസങ്ങളിൽ പൂജിക്കരുത്, ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഭദ്രകാളിയമ്മ ക്ഷിപ്രഗോപിയും അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണ്. അമ്മയെ പൂജിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായ ദിവസം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ്. അപ്പോൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നാം നല്ലപോലെ വ്രതമെടുത്ത് ഭദ്രകാളിയെ പൂജിച്ചാൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കും. അന്നേ ദിവസം നല്ലപോലെ നോയമ്പൊക്കെ നോറ്റ് ഒരു നേരമൊക്കെ നിന്ന് അരിയാകാരം ഒരു നേരം മാത്രമാക്കിയിട്ട് വ്രതമൊക്കെ എടുത്ത് ദേവിക്ക് ഇഷ്ടമുള്ള ദേവീ സ്തോത്രങ്ങളും ദേവീ സ്തുതികളുമൊക്കെ ചൊല്ലി നാം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ദേവിയെ പൂജിക്കേണ്ടത്. അടുത്തുള്ള ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുക. അതുപോലെ തന്നെ ദേവിക്ക് ഇഷ്ട വഴിപാടായ രക്തപുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ചുവന്ന മാല, ചുവന്ന പൂക്കൾ, ഇതൊക്കെ സമർപ്പിക്കുന്നത് ദേവിക്ക് ഇഷ്ടമുള്ള കളറാണ് ചുവപ്പ്. അപ്പോൾ ചുവപ്പ് പൂക്കൾ സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇഷ്ട വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് ദേവീ പ്രീതിക്ക് ഉത്തമമാണ്. ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളി, ചൊവ്വ മറക്കരുത്. അതുപോലെ തന്നെ ദേവിയെ പൂജിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളെന്ന് പറയുന്നത് മാസമുറ ഉള്ള ദിവസങ്ങളിലും പുല, ബാലായ്മ തുടങ്ങിയ ഈ ദിവസങ്ങളിലൊക്കെ അതൊക്കെ ഉള്ള സമയത്തൊന്നും ദേവിയെ പൂജിക്കാൻ ഒരിക്കലും പാടില്ല. അല്ലാതെ ഇതൊന്നുമില്ലാതെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ പൂജിച്ച് ദേവിയെ പൂജിച്ച് നമ്മുടെ പൂജാമുറിയിലാണെങ്കിൽ, ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ദേവിക്ക് നെയ്വിളക്ക് കത്തിച്ച് അതിന് മുന്നിലിരുന്ന് ദേവിയുടെ ഇഷ്ടസ്തുതികളും ദേവിയുടെ മൂലമന്ത്രവും ഒക്കെ നാം ജപിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കഷ്ടതകളൊക്കെ മാറി നമ്മുടെ ദുരിതങ്ങളൊക്കെ അകറ്റി ദേവി നമുക്ക് അനുഗ്രഹം ചൊരിയും, എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും. അപ്പോൾ മറക്കാതെ ഭദ്രകാളി ദേവിക്ക് ഇഷ്ടമായ ദിവസങ്ങളായ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ദേവിയെ പ്രാർത്ഥിച്ച് ഭക്ത്യാദരവോടെ കാളി മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഉരുവിട്ട് പ്രാർത്ഥനയിൽ മുഴുകി ഭദ്രകാളി പ്രീതി വരുത്തി ദോഷശാന്തി കൈവരിച്ച് ജീവിതത്തെ വിജയം നേടാൻ ഏറ്റവും അനുകൂലമായ ദിവസമാണ് ഞാൻ പറഞ്ഞത്. മറക്കരുത് എന്ന് പറഞ്ഞ ചൊവ്വയും വെള്ളിയും. അതുപോലെ തന്നെ മീനഭരണി ദിവസവും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഭഗവതിയെ തൊഴുത് പ്രാർത്ഥിച്ചാൽ മാറാരോഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും അകന്ന് സർവ്വൈശ്വര്യങ്ങളും മനോബലവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഭദ്രകാളി അമ്മയുടെ ധ്യാനവും മൂലമന്ത്രവും അഷ്ടോത്തരവും സഹസ്രനാമവും ഭദ്രകാളി മഹാത്മ്യവും ഭദ്രകാളി പത്തും ഒക്കെ ജപിക്കുന്നത് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമായൊരു ക്ഷിപ്രഫലദായകമാണ്. ഈ ദിവസം, അതായത് ഈ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ നമ്മൾ നോയമ്പ് നോക്കുന്ന ആ ദിവസം അഭീഷ്ടസിദ്ധിക്ക് കാളി മന്ത്രങ്ങൾ ജപിച്ച് തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസങ്ങളാണ് ചൊവ്വയോ വെള്ളിയോ ഒക്കെ. മാസ അശുദ്ധിയും വലായ്മയും പുലയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കാം. അതുപോലെ തന്നെ ദേവിയുടെ മൂലമന്ത്രമായ ഞാൻ ഈ പറയുന്ന മന്ത്രം കുളിച്ച് ശുദ്ധമായ ശേഷം രാവിലെയും വൈകിട്ടും ഒരു 48 തവണ വീതം ജപിക്കണം. എല്ലാ തരത്തിലുള്ള ദുരിതങ്ങൾ അകറ്റാനായിട്ട് ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട്. മൂലമന്ത്രം ഇതാണ്: ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഃ. ഇത് ചൊല്ലിയാൽ പാപങ്ങൾ തീർത്ത് ശാന്തിയും സമാധാനവും നൽകുന്നതിന് ഈ മഹാകാളി മന്ത്രജപം ഏറ്റവും ഉത്തമമാണ്. ഈ മന്ത്രം ജപിക്കുന്നതിന് യാതൊരു വ്രതവും വേണ്ട, മത്സ്യമാംസാദി ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ബ്രഹ്മചര്യവും വേണ്ട. അത്ഭുത ശക്തിയുള്ള ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മുൻജന്മ പാപ ഫലങ്ങൾ പോലും മാറി സമാധാനവും സന്തോഷവും ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ അസുര ശിരസ് കോർത്ത മാലയണിഞ്ഞ് ശവത്തിനു മുകളിൽ നിൽക്കുന്ന ഭയാനക ചിത്രമാണല്ലോ കാളി ദേവിയുടെ രൂപം. ഈ സങ്കല്പത്തിലുള്ള ഭദ്രകാളിയുടെ ധ്യാന ശ്ലോകം 5 പ്രാവശ്യം ജപിച്ച് മനസ്സിൽ ദേവീ ഭാവം ഉറപ്പിച്ച ശേഷം മന്ത്രം ജപിക്കണം. ഈ മന്ത്രം ഒരു 48 തവണ വീതം 2 നേരം ജപിക്കാം. അതുപോലെ തന്നെ ഈ ജപിച്ച് തീരുമ്പോൾ ധ്യാന ശ്ലോകമായ 3 പ്രാവശ്യം വീതം ഇത് തുടങ്ങണം. മുടങ്ങാതെ 28 ദിവസം ഇത് വടക്ക് അഭിമുഖമായിട്ട് ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പാപശാന്തിയും മനഃശാന്തിയും ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ മഹാകാളി മന്ത്രം
ഇതാണ് ധ്യാന ശ്ലോകം. ഇതാണ്: ധ്യായേത് കാളീം മഹാകായാം ത്രിനേത്രാം ബഹുരൂപിണീം നരമുണ്ടം തഥാ ഖഡ്ഗം കമലം ച വരം തഥാ ചതുർഭുജാം ചലഞ്ചിഖ്വാം പൂർണ്ണചന്ദ്രനിപാനനാം നീലോൽപല ദളശ്യാമാം ശത്രുസംഗവിധാരിണീം നിർഭയാം രക്തവദനാം ദംഷ്ടാളീം ഘോരരൂപിണീം സാട്ടഹാസ നിരസ്താരീം സർവദാം ച ദിഗംബരീം ശവാസന സ്ഥിതാം ദേവീം മുണ്ടമാല വിഭൂഷിതാം ഘോരരൂപാം ഭീഷണാസ്വയാം മഹാകാളീം സദാ സ്മരേത്. മഹാകാളി മന്ത്രമായ ഓം ഉച്ഛിഷ്ട ചണ്ഡാലിനി സുമുഖീ ദേവി മഹാകാളീം കാലഭൈരവ പ്രിയങ്കരി മഹാകാളി പിശാചിനി വേദാന്തർജതേ നിത്യേ സർവഭാവശമനം ദേഹീതദാവയ ക്രീം ക്രീം നമ സ്വഹ. ഇത് എന്ന് ചൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ പാപശാന്തിക്കും മനഃശാന്തിക്കുമൊക്കെ തീർത്ത് നമ്മുടെ ഇതെല്ലാം നമുക്ക് മനഃശാന്തിയുമൊക്കെ ലഭിച്ച് ശത്രുദോഷവും ദൃഷ്ടിദോഷവും ഒക്കെ അകറ്റുന്ന ഈ ഭദ്രകാളി മന്ത്രങ്ങൾ ജപിച്ച് തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വരുത്താം. അപ്പോൾ ഭദ്രകാളി ദേവിയെ പൂജിക്കേണ്ടത് എങ്ങനെ, ഏതെല്ലാം ദിവസങ്ങളിലാണ് പൂജിക്കേണ്ടത്, എപ്പോൾ പൂജിക്കരുത് എന്നൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.